സുറുമ വരച്ച പെണ്ണെ റജല ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി മഹിമ. നിങ്ങളെല്ലാവരും ഒരു പാട്ട് കേട്ടല്ലോ. നിങ്ങളിത് ലയിച്ചിരിക്കുകയാണോ? ഇതിൽ മുഴുകിപ്പോയ എല്ലാവരും? എൻ്റെ ചാനൽ കാണുന്ന ആരും ഇവൻ്റെ ഈ പാട്ടിൽ മുഴുകിയിരിക്കൂല എന്ന് എനിക്കറിയാം. എന്നാൽ കുറേ പെണ്ണുങ്ങൾ ഇവൻ്റെ ഈ പാട്ടിൽ ലയിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇവൻ ആരാന്നറിയണ്ട നിങ്ങൾക്ക്? നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂരിലുള്ള മുഹമ്മദ് നിഷാലാണ്. ഇവനൊരു യൂട്യൂബറും കൂടിയാണ്. മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളാണ്. ഇവൻ്റെ പണി എന്താണെന്ന് അറിയണ്ട നിങ്ങൾക്ക്? ഇവൻ്റെ പണി കുറേ പെണ്ണുങ്ങളെ വല ഇങ്ങനെ വീശുക, വശീകരിച്ചുകൊണ്ട് വല വീശി ഇങ്ങനെ പിടിക്കുക. ആ വലയിൽ കുടുങ്ങാൻ ഒരുപാട് പെണ്ണുങ്ങളെ വളച്ച് വളച്ച് കൊണ്ടുപോയിട്ട് പിടിക്കലാണ് ഇവൻ്റെ പണി. ഇത് കണ്ട് വളഞ്ഞു പോകുന്ന ഒരുപാട് സ്ത്രീകളും നമ്മുടെ ഈ സമൂഹത്തിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വല്ലാത്ത വിഷമം. ഇനി എങ്ങനെയാണ് ഇവന് സ്ത്രീകളെ പിടിക്കുന്നതെന്നറിയണ്ടേ? ഇവന് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ പാട്ടുകളിടും, അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറേ സംസാരം. ഹലോ കാക്കു ഇങ്ങനെയാണ് വിളിക്കുന്നത്. ഞാൻ ആ വീഡിയോസ് പോയൊന്ന് കണ്ടു കേട്ടോ. ജസ്റ്റ് ഇവൻ്റെ വാർത്തകൾ കേട്ടപ്പോൾ അവൻ്റെ ചാനലിൽ പോയി നോക്കിയതാണ്. അപ്പോഴാണ് കണ്ടത്. ഹലോ കാക്കു നിങ്ങൾ എവിടെയാണ്? അപ്പോൾ ഇവൻ ഞാനിവിടെ ഉണ്ട്. ഓ അതാണ്ട് കേട്ട് കഴിഞ്ഞാൽ വീഴാൻ നിൽക്കണോ ഈ പൊന്നാര പെണ്ണുങ്ങളെ? നിങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അന്തം കുന്തും ഇല്ലാഞ്ഞിട്ടല്ല അതിൽ പോയി വീഴുന്നത്. എന്തെല്ലാം ചോദിക്കും. ഇങ്ങനെ കാമഭ്രാന്തന്മാർ ഇങ്ങനെയല്ലേ മയക്കിയെടുക്കുക പെണ്ണുങ്ങളെ? അത് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാഞ്ഞാൽ പിന്നെ എന്താ കഥ? ആദ്യം എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഇനി അതിനൊന്നുമല്ല പ്രശ്നം. ഇതിൽ പ്രായപൂർത്തിയാകാത്ത സ്കൂൾ കുട്ടികളെ ഇവൻ ഉപദ്രവിച്ചിട്ടുണ്ട്, നിരപരാധികളായ പെൺകുട്ടികളെ. അവിടെയാണ് നമ്മൾ നടപടി എടുക്കേണ്ടത്. മറ്റേ ആളുകളൊക്കെ ഇവൻ്റെ വാക്കും കേട്ട് ഇവൻ്റെ സുഖത്തിനും വേണ്ടി ആഗ്രഹിച്ചു പോയവരാണ്. അത് പിന്നെ നമുക്ക് ചോദ്യം ഉത്തരവില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവരെല്ലാം അറിഞ്ഞു പോയതാണല്ലോ. പക്ഷെ ഒന്നും അറിയാത്ത നിരപരാധികളായ കുട്ടികൾ ഇതിൽ പെട്ടിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയും നടപടിയും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്ത്രീകളോടാണ്. ഞാനും ഒരു സ്ത്രീയാണ്. എന്തെങ്കിലുമാണ് കേൾക്കുമ്പോഴേക്ക് നമ്മൾ എന്തിനായാലും വീഴാൻ നിൽക്കുന്നത്? ചിലപ്പോൾ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ കണ്ണീരൊപ്പണതും നമ്മളെ സഹായിക്കണമൊക്കെ ഉണ്ടാവും ഒരു കുറച്ച് നേരത്തേക്ക്. ആ കുറച്ച് നേരത്തേക്കുള്ള സുഖത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ആശ്രയിക്കുന്നത്. അത് പിന്നെ വലിയൊരു ആപത്തിലേക്കാണ് ചെന്ന് ചാടുന്നത് നമ്മളൊരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പത്തെ ആ തോന്നലിന്, ആ സുഖത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതുകൊണ്ട് വരുന്ന ഭവിഷ്യത്തുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നും കൂടി ഓർക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ത്രീകളെ ഇവൻ്റെ വലയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ പരിപാടി എന്താ അറിയോ? ഓരോ പെണ്ണുങ്ങളെ ഇങ്ങനെ കോൾ ചെയ്യും, പിന്നെ അത് വീഡിയോ കോളായിട്ട് മാറും. പിന്നെ അവരെ ഫോട്ടോസൊക്കെ ചോദിക്കും. അങ്ങനെ ആ ഫോട്ടോസ് വെച്ചിട്ട് ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇവരെ കയ്യിൽ നിന്ന് കുറേ സ്വർണവും അതുപോലെ കാശൊക്കെ വാങ്ങും. ഈ പെണ്ണുങ്ങൾ അത് തിരിച്ചു ചോദിക്കുമ്പോൾ ഇവൻ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചിട്ട് പല സ്ഥലങ്ങളിലും കറങ്ങുന്ന ആളുകളാണ്. ഓരോ പെണ്ണുങ്ങളെ കൊണ്ടിങ്ങനെ ലോഡ്ജിൽ പോയിട്ട് അവരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു വെക്കും. എന്നിട്ട് അവരെന്തെങ്കിലും ലാസ്റ്റ് ചോദിക്കുമ്പോൾ ഈ ഫോട്ടോസും വീഡിയോസും കാണിച്ചിട്ട് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യും. എന്തിനാണ് പെണ്ണുങ്ങളെ? ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നിങ്ങളെ ചതിക്കുകയാണെന്ന്, വലിയൊരു ചതിക്കുഴിയിലാണ് പോയി ചാടുന്നതെന്ന് ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ? കൂടുതലും ഇവനെ വശീകരിച്ച് വിളിക്കാറുള്ളത് ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീകളെയാണ്. കാരണം ഡിവോഴ്സായി ഒരു ഡിപ്രഷൻ ലെവലിൽ നിൽക്കുന്ന സ്ത്രീകളെ ഇവന് ഇങ്ങനെ വിളിച്ച് അവരെ സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വലയിൽ ചാടി. ഇവരിതെല്ലാം കേട്ട് ആ വലയിൽ ചാടി ഇവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും വായ ഇങ്ങനെ പൊളന്ന് നോക്കുക. അങ്ങനെ കുറെ സ്ത്രീകള് പുറത്ത് പറയാൻ വയ്യാതെ, വീട്ടിലും പറയാൻ വയ്യാതെ ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഒരു നിമിഷത്തിലാണ് ഇവന്റെ വലയിൽ ചാടിയ കുറച്ച് പെണ്ണുങ്ങള് ഇവനെ പോലീസിന് പിടികൊടുത്തത്. ഏതോ ഒരു പെണ്ണ് ഇവനെ വിളിച്ചു വരുത്തിയതാണ്. അങ്ങനെ ആ ചതി അറിയാതെ ഇവൻ ചെല്ലുകയാണ്. അങ്ങനെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഇവനെ പിടിക്കപ്പെട്ടത്. എന്തായാലും ഇവനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവനെ പുറത്തു വിടരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നിരപരാധികളായ ഒരുപാട് ആളുകളെ ഇവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇനിയും പുറത്തു വിട്ട് കഴിഞ്ഞാൽ അവൻ ഒരിക്കലും അവൻ്റെ ഈ ശീലം മാറ്റൂല. കാരണം അത് കുറേ കാലമായിക്കണല്ലോ തുടങ്ങിയിട്ട്, എന്നിട്ട് ആരും അവനെ പിടിച്ചിട്ടില്ല. അവൻ്റെ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം എത്രത്തോളം തരം താഴ്ന്ന ആളാണെന്ന്. ഒരു വീഡിയോ കണ്ടാൽ മതി നമുക്ക് മനസ്സിലാവും. ഞാൻ ആ വീഡിയോസ് പോയി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഞാൻ മുഴുവൻ കണ്ടിട്ടില്ല, കുറച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആൾ എത്രത്തോളം വൾഗറാണെന്ന്.
അതുപോലെ ലൈവ് ചെയ്യും, വൃത്തികേടായിട്ടുള്ള ലൈവൊക്കെയാണ് ചെയ്യണമെന്നാണ് കേട്ടത്. കുറേ വീഡിയോസിൽ കണ്ടതാണ് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട്. ലൈവ് വൃത്തികേടായിട്ട് നമ്മളെ വീടിൻ്റെ റൂമിലിരുന്നിട്ട് നമ്മളെ നാട്ടുകാരും വീട്ടുകാരൊക്കെ അറിയുന്ന രീതിയിൽ കുറേ ഇൻ്റർമീനിങ് ആയിട്ടുള്ള സംസാരം, അതുപോലെ ഒരു മനുഷ്യനും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള വൃത്തികേടായിട്ടുള്ള സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ അവൻ വിളിച്ചു പറയുന്നത്. ഇതെല്ലാം കേട്ട് ഈ കാമഭ്രാന്തൻ്റെ ഈ ഭ്രാന്തും കേട്ട് ആളുകൾ വീഴാൻ നിൽക്കണോ? ഈ പെണ്ണുങ്ങൾ വീഴാൻ നിൽക്കണോ? അതിനായിട്ട് കുറേ പെണ്ണുങ്ങളും ഒരു പണിയില്ലേ വീട്ടിൽ. ഞാൻ അത് ആലോചിക്കണേ, ഈ ലൈവിൽ നിൽക്കാനോ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് കാണാനോ ഒരു പണിയില്ലാത്ത ആൾക്കാരാവണം. എൻ്റെ അവസ്ഥ ഇട്ടോ ഞാൻ പറയണേ, എനിക്കൊന്നിനും സമയമില്ല. രാവിലെ അങ്ങോട്ട് ആയാൽ വൈകുന്നേരം ആവണം, രാത്രി ആവണം, രാവിലെ ആവണം. ഇനി എൻ്റെ അവസ്ഥ മാത്രമാണോ എല്ലാവർക്കും സമയം ഉണ്ടാറിയില്ല. ഞാൻ ഇതുവരെ സ്കൂളിൽ ജോലി ചെയ്തിരുന്നു, അപ്പോൾ അന്ന് എനിക്ക് ഇതിനേക്കാളും സമയം ഉണ്ടായിരുന്നു. വീട്ടിലിരുന്നപ്പോൾ തീരെ സമയമില്ല. കാരണം വീഡിയോസ് എടുക്കണം, ചാനൽ പിന്നെ അപ്ലോഡ് ചെയ്യണം, അത് എഡിറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. വേറെ ഒരു വീഡിയോസും അങ്ങനെ വാർത്തകളൊന്നും വല്ലാതെ കേൾക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ പിന്നെ കൂടുതലും കേൾക്കാറ് നമ്മളാ കിടക്കുന്ന സമയമുണ്ടല്ലോ രാത്രി, അപ്പോഴാണ് ഫോണൊക്കെ ഒന്ന് തുറന്ന് നോക്കൽ. അപ്പോൾ ഒരു പണിയില്ലാതെ വെറുതെ ഇങ്ങനെ നടക്കുന്ന പെണ്ണുങ്ങളാണ് ഇങ്ങനെയുള്ള വലയിലൊക്കെ പോയി ചാടുക. എന്തായാലും ഇങ്ങനെയുള്ള കാമന്മാരുടെ കൂട്ടത്തിൽ പെടാതെ എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും നല്ലോണം ശ്രദ്ധിക്കുക. പേരൻസിനോടാ പറയേണ്ടത്, നമ്മളെ ചെറിയ മക്കളെ നല്ലോണം ശ്രദ്ധിക്കുക, കാര്യങ്ങൾ പറഞ്ഞൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. മറ്റേ ആളുകളോട് എനിക്കൊന്നും പറയാനില്ല, കാരണം അവർ ഏത് രീതിയിൽ പോയതാ എന്താണെന്ന് നമുക്കറിയില്ല. അവർ ഇയാളെ ആ റൊമാൻറ്റിക് കേട്ടിട്ട് പോയതാവും. പെണ്ണിന്റെ ആരോഗ്യം നോക്കണം കേട്ടോ. ആളൊക്കെ നല്ല തീറ്റ കൊടുത്തല്ലേ ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട. മനസ്സിലായോ? തിന്നാൻ കൊടുത്തടിക്കാന്ന് കേട്ടിട്ടില്ല. അതാണ് ഞാൻ സത്യമായിട്ട് തിന്നാൻ കൊടുത്തടിക്കും, അപ്പൊ പ്രശ്നമില്ലല്ലോ. മനസ്സിലായോന്ന് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്കല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്ന? ഞാൻ ഭക്ഷണം കൊടുത്തിട്ടാണ് അവരെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന്. അവൻ ഭക്ഷണം കൊടുത്തിട്ടാണ് സ്ത്രീകളെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന്. അപ്പൊ നല്ല ആരോഗ്യം ഉണ്ടാവാനാവും കൊടുക്കുക. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾ അതിന്റെ മുന്നേ പട്ടിണി കിടന്നീനോ? എന്താണ് ഇതൊക്കെ? അതിൻ്റെ അമ്മോ, ഞാനൊക്കെ അടുത്തുണ്ടെങ്കിൽ ഒറ്റ അടിയാണ് കൊടുത്തിരുന്നത്. കേൾക്കുമ്പോൾ കേട്ടിട്ട് തന്നെ ഭ്രാന്താവും. ആ ചിരി ആ സംസാരമൊക്കെ കേട്ടിട്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അങ്ങനെ? ഇനി എനിക്കാണ് മാത്രം തോന്നിയത്? എൻ്റെ അടുത്തായിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റ അടി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടാവും. അത് വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മളെ തൊട്ടടുത്ത്, നമ്മളെ സമൂഹത്തിൽ. ഇത് കേരളത്തിലാണല്ലോ, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ. എന്താണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ? ഈ കാട്ടുമൃഗങ്ങൾ, ക്രൂര ഹൃദയമുള്ള ക്രൂര മനസ്സുള്ള ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള ആളുകൾ നമ്മളെ ഇടയിലുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരാളെ പുറമേ നിന്ന് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അയാളോട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇടപെടുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പം നല്ലോണം എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് നല്ലതാണെന്ന് തോന്നുന്ന ആളുകൾ ചിലപ്പോൾ നല്ലതാവണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ചീത്തയായി തോന്നുന്ന ആളുകളായിരിക്കും നല്ല മനസ്സുണ്ടാവുക. അപ്പം എല്ലാവരും നല്ല ശ്രദ്ധിക്കുക. നമ്മളെ വീട്ടുകാരും നമ്മളെ കുടുംബക്കാരും നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾക്ക് പോകുമ്പോഴും അതുപോലെ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള വലയിലൊന്നും ചെന്ന് ചാടാതിരിക്കുക. നമ്മൾ എന്തൊക്കെ വീഡിയോസ് കാണുന്നുണ്ട്, എല്ലാം നമ്മൾ അതിലേക്ക് ചാടണം എന്ന് വിചാരിച്ചിട്ടാണോ? കുറേ നല്ല അറിവുകളുള്ള വീഡിയോസൊക്കെ കാണുക. വെറുതെ ആവശ്യമില്ലാത്ത വീഡിയോസൊന്നും കാണാതിരിക്കുക. അപ്പം എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇങ്ങനെയുള്ള ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നൊക്കെ നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ. ഓക്കെ.